ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാലും വൈഫൈ എന്ന് പറഞ്ഞാലും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും ഇത് ഒന്നാണെന്നാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. നമുക്ക് ഒരു കേബിളും ഇല്ലാതെ ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ഫോണുകൾ, അതുപോലെ തന്നെ മറ്റ് വയർലെസ് ഡിവൈസുകളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മാർഗമാണ് വൈഫൈ എന്നാൽ. നമ്മളിന്ന് യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക ഡിവൈസുകളിലും ഇതേപോലുള്ള ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോണുകൾ, പ്രിൻ്ററുകൾ എന്ന് വേണ്ട ഒട്ടുമിക്ക സാധനങ്ങളിലും വൈഫൈ എനേബിൾഡ് ആണ്. അതായത് അതിൻ്റെ ഉള്ളിലെല്ലാം തന്നെ ഒരു വയർലെസ് അഡാപ്റ്റർ ഉണ്ട്. അപ്പോൾ നമ്മളൊരു വൈഫൈ റൗട്ടർ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വൈഫൈ റൗട്ടറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഡിവൈസുകളെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് നമുക്കൊരു വൈഫൈ നെറ്റ്വർക്ക് ഫോം ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് ഇപ്പോൾ ഒരു 4 ലാപ്ടോപ്പ് ഉണ്ട്, വൈഫൈയിലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു പ്രിൻ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 4 ലാപ്ടോപ്പിനും കൂടെ വേണ്ടിയിട്ട് ഒരു പ്രിൻ്റർ പർച്ചേസ് ചെയ്താൽ മതി. ഈ 4 ലാപ്ടോപ്പിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോം ചെയ്തിരിക്കുന്ന ഒരു നെറ്റ്വർക്ക് വയർലെസ് നെറ്റ്വർക്കാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ നമ്മൾ ഇൻ്റർനെറ്റ് എടുത്തിട്ടില്ല. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇൻ്റർനെറ്റിലൂടെ അല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ലാൻ നെറ്റ്വർക്കിലാണ്. ഇനി നമുക്ക് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരാം. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്കാണ്. അതായത് സെർവറുകളുള്ള വലിയൊരു നെറ്റ്വർക്കാണ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല പല റൗട്ടറുകൾ, സ്വിച്ചസ് ഇതൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അത്രയും വലിയൊരു നെറ്റ്വർക്കിലാണ് നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ആമസോൺ, ഇങ്ങനെയുള്ള ഫ്ലിപ്കാർട്ടൊക്കെ പോലെയുള്ള വലിയ വലിയ ഇ കൊമേഴ്സ് സൈറ്റുകളും സോഷ്യൽ മീഡിയ സൈറ്റുകളും എല്ലാം ഉള്ളത്. അപ്പോൾ ആ വലിയ നെറ്റ്വർക്കിലേക്ക് ഞാൻ ആദ്യം പറഞ്ഞ ആ 4 കമ്പ്യൂട്ടർ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, എനിക്ക് എയർടെൽ, ജിയോ, ഏഷ്യനെറ്റ്, കേരള വിഷൻ അങ്ങനെയുള്ള പല ആളുകളുടെയും നമ്മുടെ BSNLൻ്റെയും കെ ഫോണിൻ്റെ ഒക്കെ സഹായം വേണ്ടി വരും. അപ്പോൾ അവർ നമ്മുടെ ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പ് ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ വലിയ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു സർവീസ് തരുന്നുണ്ട്. ആ സർവീസിന് ഞാൻ പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പം നമുക്ക് ഇൻ്റർനെറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം മാത്രമാണ് ഇൻ്റർനെറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്.